പത്രവിശേഷങ്ങളുമായി VS സനോജ് ആണ് എനിക്കിപ്പോൾ ഉള്ളത്. VS സനോജ്, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് സേതു വിശേഷം? നല്ല വിശേഷം VS സനോജ്. രാവിലെ നല്ല മഴയാണ്. അവിടെ എന്താണ് വിശേഷം? അതെ അത് തന്നെ, ഇതൊക്കെ തന്നെ നടക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. പത്രങ്ങളിൽ എന്താണ് വിശേഷം? സേതുവിന്റെ പുതിയ കാറ് അന്വേഷണ പരിധിയിലാണെന്നാണ് കേൾക്കുന്നത്, ശരിയാണോ? എൻ്റെ മനുഷ്യ, ഇനി എന്നെയും കൂടെ തിരഞ്ഞ് ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇനി ഇത് കേട്ടിരിക്കുന്ന പോലീസുകാർ ഇവിടെ വരണം, എന്തിനാണ് വെറുതെ? ഏതായാലും നമ്മളെ മലയാളികളെ സംബന്ധിച്ച് ഇന്ന് വളരെ സന്തോഷമുള്ള വാർത്തയും ചിത്രവുമുള്ള ദിവസമെന്ന് പറയാം. കാരണം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഒപ്പം അതിൽ രാജ്യത്തെ ചലച്ചിത്ര പരമോന്നത പുരസ്കാരം എന്ന് പറയാവുന്ന ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മോഹൻലാലിന് വിതരണം ചെയ്തു. ആ വാർത്ത അദ്ദേഹത്തിന് സമ്മാനിച്ച വാർത്ത തന്നെയാണ് ഇന്നത്തെ തലക്കെട്ടുകളിൽ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചിത്രമായിട്ട് ഒന്നാം പേജിൽ നമ്മൾ പത്രം എടുക്കുമ്പോൾ, രാവിലെ പത്രം എടുക്കുമ്പോൾ എല്ലാ പത്രത്തിൻ്റെയും ഒന്നാം പേജിലെ ടോപ്പിൽ അത് തന്നെയാണ്. ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നു. ഒപ്പം അതിൻ്റെ പലതരത്തിലുള്ള ചിത്രങ്ങൾ നൽകിയിരിക്കുന്നു. മലയാള മനോരമയിൽ ഷാറൂഖ് ഖാൻ വന്ന് ആലിംഗനം ചെയ്യുന്ന ചിത്രം വളരെ സ്നേഹവായ്പോടെ, പ്രത്യേകിച്ച് ഹിന്ദി ലോകത്തെ അടക്കം ഉള്ള എല്ലാ നടീനടന്മാരും വലിയ ആദരവോടെ കാണുന്നവരാണ് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ. അപ്പം അതിൻ്റെ ചിത്രം സഹിതമുള്ള വാർത്തകളാണ് ഇന്ന് എല്ലാ പത്രങ്ങളും നൽകിയിരിക്കുന്നത്. കിരീടം ചൂടി മലയാളം എന്ന് മാതൃഭൂമി. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരും ജന്മഭൂമി പ്രിയപ്പെട്ടവരെ ഹൃദയപൂർവ്വം ഇത് ഏറ്റുവാങ്ങുന്നു എന്നാണ് ജന്മഭൂമിയുടെ തലക്കെട്ട് ഉള്ളത്. ഒപ്പം കംപ്ലീറ്റ് ആക്ടറെ നമിച്ച് രാജ്യമെന്ന് കേരള കൗമുദി എഴുതിയിട്ടുണ്ട്. ഒപ്പം വിണ്ണോളം മലയാളം എന്ന് ദീപിക എഴുതിയിരിക്കുന്നു. അതുപോലെ ഓരോ പത്രങ്ങളിലും വളരെ രസകരമായ തലക്കെട്ടുകൾ തന്നെയാണുള്ളത്. ലാലിസത്തിൽ അലിഞ്ഞ് വിജ്ഞാൻ ഭവൻ എന്ന് മെട്രോ വാർത്തയുടെ തലക്കെട്ട്. ഇത് വീക്ഷണത്തിൻ്റേത് ലാലസാമോദം മലയാളം എന്നാണ് ആ വാക്ക്. അത് വായിച്ചെടുക്കുക, അത് ആളുകൾ ഇങ്ങനെ ഒരു എന്താണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ ചിലപ്പം നോക്കുമായിരിക്കും. എന്നാലും വളരെ രസകരമായിട്ട് തന്നെ എല്ലാവരും നൽകി എന്ന് പറയാം. എല്ലാ പത്രങ്ങളിലും ഇതിൻ്റെ ഉൾപേജുകളിലെല്ലാം. ഒപ്പം അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, അത് ഏതായാലും ബാലൻസ് ചെയ്യുന്ന രീതിയിൽ മംഗളത്തിൻ്റെ ഒന്നാം പേജിൽ നമുക്കെല്ലാം പ്രിയപ്പെട്ട ഉർവശിക്ക് ഉള്ള പുരസ്കാരം, വിജയരാഘവനുള്ള പുരസ്കാരം, അതിൻ്റെ ചിത്രങ്ങളും കൂടെ കൃത്യമായി പ്ലേസ് ചെയ്തിരിക്കുന്നു. അതിലൊരു കാരണം ഉർവശിയെ സംബന്ധിച്ചിടത്തോളം ഈ മോഹൻലാലിനെ പോലെ തന്നെയാണല്ലോ ഉർവശി ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടി, എക്കാലത്തെയും മികച്ച നടിമാരിൽ ഒരാൾ എന്ന് പറയാവുന്ന ഒരാളാണ് ഉർവശി. അപ്പോൾ ഉർവശിക്ക് ഒരുപാട് എന്താ പറയുക, കുറച്ച് വൈകിട്ടാണെങ്കിൽ പോലും പുരസ്കാരം ലഭിച്ചതും ഒന്നാം പേജിൽ തന്നെ ഇടം പിടിച്ചിരിക്കുന്നു. ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒപ്പം അദ്ദേഹത്തിൻ്റെ പ്രസംഗം, മോഹൻലാൽ വളരെ ഹൃദയപൂർവ്വം നടത്തിയ ആ വാക്കുകൾ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഉൾപേജിൽ ആ വാർത്തയായിട്ട് തന്നെ വളരെ വിശദമായി തന്നെ നൽകിയിരിക്കുന്നു. ഉൾപേജുകളിൽ അതിൻ്റെ ചിത്രങ്ങളെല്ലാം കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, അതേസമയം വളരെ മറ്റു രീതിയിൽ ആളുകൾ ശ്രദ്ധിച്ച, കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി നൽകിയത് ഈ വാഹന കടത്തുമായി ബന്ധപ്പെട്ടുള്ള കസ്റ്റംസിൻ്റെ റെയ്ഡാണ് കേരളത്തിൽ നടന്ന. കേരളത്തിൽ മാത്രമല്ല, അത് പല സ്ഥലങ്ങളിലും നടന്നു. പക്ഷേ കേരളത്തിൽ നടന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയ ചില ഘടകങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ആ വാർത്തയ്ക്ക് മലയാള മനോരമ അടക്കം എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യം തന്നെ നൽകിയിട്ടുണ്ട്. അത് ഭൂട്ടാൻ കാറുകൾ പിടിച്ചു എന്നാണ് മനോരമ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത്. സിനിമാ താരങ്ങളുടേതടക്കം 36 കാറുകൾ പിടിച്ചെടുത്തു. വാഹനങ്ങൾ കടത്തിക്കൊണ്ടുവന്നത് വ്യാജരേഖകൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് എന്തൊക്കെയാണ് ഇതിൻ്റെ നിയമവിരുദ്ധത? ഇത് ഹിമാചൽ രജിസ്ട്രേഷനുകൾ രജിസ്റ്റർ ചെയ്യുന്നു. ഒപ്പം അത് ഏജൻറ്റുമാരിലേക്ക് എത്തുന്നു. ആ ഏജൻസികൾ വഴി ഒരുപക്ഷെ നടന്മാർ വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ അവർക്ക് അതുമായിട്ട് എന്താണ് ബന്ധം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി പുറത്തു വരാനുള്ള കാര്യങ്ങളാണ്. അത് സംബന്ധിച്ച് വലിയ ഒരു എല്ലാവരും കേരളം ശ്രദ്ധിച്ചൊരു വാർത്ത എന്ന് തന്നെ പറയേണ്ടി വരും. ആ വാർത്തയ്ക്കും വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളും ഉൾപേജുകളിലുണ്ട്. ഇതെങ്ങനെയാണ് സാധാരണ ഇത് നേരത്തെയും ഉള്ളതാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ വിറ്റു. 1000 ഭൂട്ടാൻ വാഹനം എന്ന് മലയാള മനോരമ ഉൾപേജിലുണ്ട്. ഈ അന്വേഷണം, ഇടനില റാക്കറ്റിനെ കുറിച്ചുള്ള അന്വേഷണം ആ രീതിയിലേക്ക് അത് നീളും എന്ന് പറയുന്നുണ്ട്. നേരത്തെ മ്യാൻമറിൽ നിന്ന് വാഹനങ്ങൾ കടത്തി നോർത്ത് ഈസ്റ്റ് വഴി വരികയും ഒപ്പം
അത് കൊൽക്കത്തയിൽ വിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ കാറുകൾ മേടിച്ചിട്ട് ഉള്ള സാഹചര്യമുണ്ട്. പക്ഷേ അതിൻ്റെ നിയമപരമായ പ്രശ്നങ്ങൾ ഏതായാലും ഈ മണിക്കൂറുകളിലെല്ലാം അത് പരിഹരിക്കപ്പെടുകയോ അല്ലെങ്കിൽ അതിന് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് വരികയോ ചെയ്യും. കസ്റ്റംസിൻ്റെ വണ്ടിപ്പൂട്ട് എന്ന് ഭൂട്ടാനിലെത്തിച്ച അനധികൃത വണ്ടികൾക്ക് പൂട്ടിട്ടു എന്നും ഓപ്പറേഷൻ ഉൻഖോറിനെ കുറിച്ച് മാതൃഭൂമി ഒപ്പം അതിൽ വളരെ കൗതുകകരമായൊരു കാര്യം കൂടെ ചേർത്തിട്ടുണ്ട്. കോൾ ഫ്രം ദി ടോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കസ്റ്റംസ് കമ്മീഷണർ ടിജു പത്രസമ്മേളനം നടത്തവേ അദ്ദേഹത്തിൻ്റെ ഫോണിലേക്കൊരു വിളിയെത്തി. ആ സമയത്ത് അതുവരെ അദ്ദേഹം സംസാരിച്ചിരുന്നതിൽ നിന്ന് 23 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിളി വരുന്നു. 3 മിനിറ്റ് ഒരാളുമായി സംസാരിച്ചു. പൊടുന്നതിനെ പത്രസമ്മേളനം നിർത്തുന്നു. കസ്റ്റംസ് തയ്യാറാക്കി വിതരണം ചെയ്യാൻ കൊണ്ടുവന്ന പത്രക്കുറിപ്പിലും ഫോൺ വിളിക്ക് ശേഷം മാറ്റം വരുത്തുന്നു. ഇതെന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നുള്ളതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഏതായാലും വരാനിരിക്കുന്നുള്ളൂ. ഈ വാർത്ത ഒരു പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ നൽകിയിട്ടുണ്ട് എന്ന് പറയാം. എല്ലാ പത്രങ്ങളുടെയും തലക്കെട്ടുകളിൽ ഇത് തന്നെയാണ്. കൗമുദിയാണെങ്കിലും ദീപികയാണെങ്കിലും, ഒപ്പം ദീപികയുടെ തലക്കെട്ട് വാഹനവേട്ട എന്നാണ് ദീപികയുടെ തലക്കെട്ട്. ഒപ്പം സ്റ്റാർ കാർ തട്ടിപ്പ് എന്ന് സുപ്രഭാതം ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു. ഓപ്പറേഷൻ ഉൻഖൂറിൽ 36 വാഹനങ്ങൾ പിടിച്ചെടുത്തുന്ന താരങ്ങളുടെ വീട്ടിൽ റെയ്ഡെന്ന് ജന്മഭൂമി പറയുന്നു. വാഹനക്കടത്തിൽ കുടുങ്ങി താരങ്ങൾ എന്ന് കൗമുദി എഴുതിയിരിക്കുന്നു. ഏതായാലും ഇത് രണ്ടുമല്ലാത്തൊരു വാർത്തയ്ക്ക് ദേശാഭിമാനിയുടെ ഒന്നാം പേജിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നു. കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എന്നുള്ളതാണ് ആ വാർത്ത. വോട്ടെടുപ്പ് ഡിസംബറിൽ നിന്ന് സൂചന. ഡിസംബർ 21-നകം പുതിയ ഭരണസമിതി അധികാരമേൽക്കണം. ഒരിക്കൽ കൂടി വോട്ടർ പട്ടിക പുതുക്കും എന്ന് ദേശാഭിമാനി നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്ത. ദേശാഭിമാനിയെ സംബന്ധിച്ച് അതാണ്. ഈ വാർത്ത തന്നെ മറ്റ് പത്രങ്ങളിൽ വിവിധ രീതിയിൽ നൽകിയിട്ടുണ്ട്. അതായത് ഇത് സിറാജ് അടക്കം, സിറാജിൻ്റെ വരുന്നു തദ്ദേശ വിധി എന്നാണ് സിറാജിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിൽ. കൃത്യമായ ഡേറ്റ് പറഞ്ഞില്ല, പക്ഷേ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ ചില നിർദ്ദേശങ്ങൾ വെച്ചിരിക്കുന്നു. ഈ SIR ഏതായാലും തുടരുകയും ചെയ്യും. ഇതാണ് ഏറ്റവും പ്രധാനം. ദേശാഭിമാനിയിൽ ഇന്ന് ഒന്നാം പേജിൽ മറ്റൊരു വാർത്തയുണ്ട്. അത് കൊച്ചി ഓക്കെ എന്ന് അർജൻറ്റീന എന്നും. അർജൻറ്റീന നവംബർ 15-ന് എത്തും. എതിരാളി ഓസ്ട്രേലിയ ആയിരിക്കും. കൊച്ചിയിലെ സ്റ്റേഡിയത്തിലേക്ക് അർജൻറ്റീനയുടെ ടീം മാനേജർ ഹെക്ടർ ഡാനിയൽ കബ്രേറയും പിന്നെ മന്ത്രി വി അബ്ദുറഹിമാനും കൊച്ചി നെഹ്റു സ്റ്റേഡിയത്തിൽ, കലൂർ സ്റ്റേഡിയത്തിൽ എത്തിയ വാർത്തയും അതിൻ്റെ ചിത്രം സഹിതം നൽകിയിട്ടുണ്ട്. ഒപ്പം അത് ഉൾപേജിലും അവർ വളരെ വിശദമായി തന്നെ നൽകിയിരിക്കുന്നു. ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ചില സ്പോർട്സ് സംഭവങ്ങൾ അല്ലെങ്കിൽ കായിക രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നടന്ന ദിവസമാണ്. അത് ഡെംബലയ്ക്ക് ബലൻഡിയോർ കിട്ടിയ പുരസ്കാര നേട്ടത്തെക്കുറിച്ചുള്ള വാർത്തയാണ്. നമ്മളെല്ലാം വളരെ ഇഷ്ടപ്പെട്ട, എനിക്കൊക്കെ വളരെ വ്യക്തിപരമായി പ്രിയപ്പെട്ട ഒരു താരമാണ് ഒസ്മാനെ ഡെംബലെ. അപ്പോൾ പരുക്ക് തുന്നിയ പുരസ്കാരം എന്ന് ഡെംബലയെക്കുറിച്ച് മലയാള മനോരമയുടെ ഉൾപേജിൽ അല്ലെങ്കിൽ സ്പോർട്സ് പേജിൽ വളരെ മനോഹരമായൊരു സ്റ്റോറി ഉണ്ട്. ഒപ്പം ഈ വനിതാ ഫുട്ബോളർക്കുള്ള പുരസ്കാരം ലഭിച്ച ഐറ്റാനയെക്കുറിച്ചും അവർ രസകരമായ ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ കുറിച്ച് വളരെ കൗതുകകരമായ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു വളരെ മനോഹരമായ ലൈഫ് സ്റ്റോറി കൂടെ കൊടുത്തിരിക്കുന്നു. ഡ്രീം ഡെംബലെ എന്ന് മാതൃഭൂമിയുടെ ഉൾപേജിൽ സ്പോർട്സ് പേജിലുണ്ട്. അർജൻറ്റീന ഓക്കെയാണ്, മിസ്സാവില്ല മെസ്സി എന്നും മാതൃഭൂമി നൽകിയിരിക്കുന്നു. ഈ വാർത്തകൾക്കിടെ നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു വാർത്ത കൂടെയുണ്ട്. അത് മെട്രോ വാർത്ത ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്നു. മധു സാറ്, നമ്മുടെ നടൻ മധുവിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ആ വാർത്തയും ഒരു രാജ്യ തലസ്ഥാനത്ത് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിലൂടെ മലയാള സിനിമ ആദരിക്കപ്പെടുമ്പോൾ നടൻ മധുവിന് 92-ാം പിറന്നാൾ എന്ന് മെട്രോ വാർത്ത നൽകിയിരിക്കുന്നു. ഒപ്പം മറ്റൊരു ഇതുമായി ബന്ധപ്പെട്ടൊന്നും അല്ലാത്തത് എന്നാൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതുമായൊരു വാർത്ത മാധ്യമത്തിൻ്റെ ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട വാർത്തയാണ്. അത് സർക്കാർ സൗജന്യ ചികിത്സാ പദ്ധതികളുടെ കുടിശ്ശിക 1827 കോടി രൂപ, പണമില്ല കാരുണ്യവും എന്ന് മാധ്യമം തലക്കെട്ടിൽ നൽകിയിരിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഹിന്ദുവിലെ ചില വാർത്തകളിലേക്ക് കൂടെ വരാം. അത് നമ്മൾ മലയാള പത്രങ്ങളടക്കം നൽകിയിട്ടുണ്ട്. പക്ഷേ അതായത് ഈ റഷ്യ ഉക്രൈൻ സംഘർഷം ഉണ്ടല്ലോ, അതിൽ ഇന്ത്യ ചൈന അവരാണ് ഏറ്റവും പ്രൈമറി ആയിട്ട് ഫണ്ട് ചെയ്തിരിക്കുന്നത് റഷ്യക്ക് ഈ യുദ്ധം നടത്തുന്നതിന് യുക്രൈനെതിരെ എന്നുള്ള ട്രംപിൻ്റെ ഒരു ആരോപണമാണ്. അത് ഐക്യരാഷ്ട്രസഭയുടെ നിലവിലുള്ള എല്ലാ തരത്തിലുള്ള നയതന്ത്ര ധാരണകൾക്കും അപ്പുറത്തേക്ക് ഉള്ള ഒരു വേറെ തരത്തിൽ ട്രംപ് അവിടെ ആഞ്ഞടിച്ചിരിക്കുന്നു. അതിൽ പറയുന്ന യുക്തി തന്നെ വളരെ വിചിത്രമാണ്. ഈ ഓയിൽ ഇടപാടുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന പണം അവർ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെ ഇൻഡയറക്റ്റ്ലി
അതിൽ ഇന്ത്യക്കും ചൈനയ്ക്കും പങ്കുണ്ട് എന്നാണ് ട്രംപ് ഉദ്ദേശിക്കുന്ന കാര്യം. ഒരു കോൺസ്പിരസി തിയറിയുടെ സ്വഭാവത്തിൽ തന്നെ പറയേണ്ടി വരും. മറ്റൊന്ന് കൊൽക്കത്തയിലെ ഫ്ലഡാണ്. ഇപ്പോൾ നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങും. ദുർഗാപൂജയുടെ പന്തലുകളും അതിൻ്റെ വിഗ്രഹം മറ്റ് തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്ന സമയത്ത് ദുർഗാപൂജ നടക്കുന്ന അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന ഒരു സമയത്ത് അവിടെ കനത്ത മഴയാണ് എന്നുള്ള ഒരു വാർത്തയ്ക്കും വലിയ പ്രാധാന്യത്തോടുകൂടെ ഹിന്ദു നൽകിയിരിക്കുന്നു. ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള പത്രങ്ങളിലും ഇത് വാർത്തയാണ്. സുബിൻ ഗാർഗിൻ്റെ ഇന്നലെ അദ്ദേഹത്തിൻ്റെ വിടപറയൽ, അദ്ദേഹം അന്തരിച്ച സുബിൻ ഗാർഗിൻ്റെ വിടപറയലുമായി ബന്ധപ്പെട്ട വാർത്തയും ടൈംസ് ഓഫ് ഇന്ത്യയിൽ വലിയ പ്രാധാന്യത്തിൽ വന്നിരിക്കുന്നു. ഒപ്പം ഒറ്റ വാർത്ത കൂടെ ഞാൻ പറയാം. കാരണം കേരള കൗമുദിയിൽ അത് ഒരു പോലീസ് ഫോട്ടോഗ്രാഫറുടെ പോലീസിനായി എടുത്തത് 10,000 മൃതദേഹ ചിത്രങ്ങൾ ഷുഹൈബ് അറിഞ്ഞില്ല ട്രാക്കിൽ ചിതറിക്കിടന്നത് ഉമ്മയെന്ന്. അതായത് ഒരുപാട് കാലമായിട്ട് 39 വർഷമായി പോലീസിൻ്റെ ക്യാമറാമാനായിട്ടുള്ള കണ്ണൂർ സ്വദേശി ഷുഹൈബിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണത്. അദ്ദേഹത്തിൻ്റെ ലൈഫിനെ കുറിച്ച് ഇതുപോലെ ട്രാക്കിൽ ഉമ്മ ചിതറിക്കിടന്നതും അദ്ദേഹം അറിഞ്ഞില്ല. പക്ഷേ അദ്ദേഹം അവരുടെ ചിത്രമെടുക്കാൻ വേണ്ടി പോകേണ്ടി വന്നു എന്നുള്ള ഒരു കാര്യമാണത്. മറ്റൊന്ന് CPIയുടെ അഖിലേന്ത്യാ CPIയുടെ പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ചണ്ഡീഗഡിൽ. അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാവുമെന്നത് സംബന്ധിച്ചും ഇന്ന് ഒന്നാം പേജിൽ പത്രങ്ങളിൽ വന്നിരിക്കുന്നു. അത് സർക്കാരിനെ ഏത് തരത്തിലേക്ക് സർക്കാരിനെ കണക്കാക്കണം. മറ്റൊന്ന് CPI ഒരു സംഘടന എന്ന രീതിയിൽ കുറച്ചുകൂടെ ശക്തമായ നിലപാടുകൾ എടുക്കേണ്ടതാണ്. ഒപ്പം അവരുടെ ജനറൽ സെക്രട്ടറിമാരുടെ കാര്യത്തിൽ ഈ പ്രായപരിധി കർശനമാക്കിയാൽ D രാജയ്ക്ക് പകരം ആര് വരും? ഈ കാര്യം ഇന്നത്തെ ഒന്നാം പേജിലും അതുപോലെ തന്നെ CPI നേതൃത്വത്തിന് നേരെ വിമർശനമെന്ന് കേന്ദ്ര നേതൃത്വത്തിന് പിടിപ്പിക്കേണ്ടെന്നുള്ള വിമർശനം പ്രവർത്തകർ ഉന്നയിച്ച കാര്യം ഉൾപേജിൽ മാതൃഭൂമി നൽകിയിരിക്കുന്നു. എഡിറ്റോറിയൽ പേജിൽ വെടിവെപ്പില്ലാത്ത യുദ്ധങ്ങൾ എന്ന് KA ജോണിയുടെ നമ്മളെ മാതൃഭൂമിയിലെ നമുക്കൊക്കെ വലിയ വ്യക്തിപരമായ അടുപ്പമുള്ള നമ്മളുടെയൊക്കെ ഒരു സീനിയറായിരുന്ന KA ജോണി എഴുതിയ ലേഖനം ഈ ഹസ്തദാനവുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യ പാക് പോരാട്ടത്തിൽ അതിൽ പഴയ കോട്ട്നി വാൾഷിൻ്റെ പാകിസ്ഥാനുമായിട്ടുള്ള മത്സരത്തെക്കുറിച്ച്, അതായത് 87 ലാഹോർ മാച്ചിൽ വെസ്റ്റ് ഇൻഡീസും പാകിസ്ഥാനുമായിട്ടുള്ള മത്സരത്തിൽ വാൾഷ് ഒരു ഗംഭീര ബൗളർ മാത്രമല്ല, ഒരു ജെൻറ്റിൽമാൻ ആയിരുന്നു ക്രീസിലെ. ആ വാൾഷിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പോൾ പല കാര്യങ്ങളിലും വ്യക്തിപരമായ അല്ലെങ്കിൽ വിദ്വേഷത്തിനപ്പുറത്തേക്ക് സ്പോർട്സിനെ കൊണ്ടുവന്ന മനുഷ്യർ ധാരാളമുള്ള ഒരു കളിക്കളം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചരിത്രമുള്ള ക്രിക്കറ്റിൻ്റെ പഴയ ചരിത്രം പറഞ്ഞുകൊണ്ട് ഈ ഹസ്തദാനത്തിൽ ഇത്തരത്തിലുള്ള വേർഷനുകൾ കാണിക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു കാര്യം വെടിവെപ്പില്ലാത്ത യുദ്ധങ്ങളിൽ KA ജോണി നൽകിയിരിക്കുന്നു. വളരെ വിശദമായി തന്നെ ഈ കാര്യങ്ങൾ വളരെ രസകരമായി വായിക്കേണ്ട ഒരു ലേഖനമായിട്ട് എനിക്കത് തോന്നുന്നു. ഏതായാലും മഴയുള്ള ദിവസമാണ്. വരും മണിക്കൂറുകളിൽ ഏതൊക്കെ വാർത്തകൾ എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന ഉള്ള കാര്യം നോക്കാം. ഒപ്പം ഓപ്പറേഷൻ കൂറിൻ്റെ കാര്യത്തിലും നമുക്ക് നോക്കാം. സേതു. ഓക്കെ മിസ്റ്റർ VS സനോജ്, ശരി. അപ്പോൾ ഇനി നേരെ ഡെസ്കിലേക്കല്ലേ? അതെ. ഓക്കെ, ശരി.